الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحماയ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ മജ്‌ലിസിനെ ഖബൂലാക്കണം റഹ്മാനെ. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് നമ്മുടെ ദുനിയാവും ആഖിറവും നീ സലാമത്താക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, സാബിഖീങ്ങള് പരിശുദ്ധമായ സ്വർഗത്തിൽ കടന്ന് പൊന്നിനാലുള്ള കട്ടിലിന് മേലെ അവർ ഇരിക്കും. അതേപോലെ പരസ്പരം മുഖാമുഖം കണ്ട് അവർ സന്തോഷത്തോടെ ഇരിക്കും. ആ സമയത്താണ് അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ, അവർക്ക് സ്വർഗത്തിൻ്റെ ഭക്ഷണങ്ങളും സ്വർഗത്തിൻ്റെ പാനീയങ്ങളും സ്വർഗത്തിൻ്റെ ഫ്രൂട്ട്സുകളും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, സപ്ലൈ ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല ഒരു കൂട്ടം ബാലക്കാരെ അല്ലാഹു പടച്ചു വെച്ചു. അതാണ് ഖുർആൻ ചൊല്ലെ, യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ. ആ സാബിഖീങ്ങള് ആ സ്വർഗത്തിൽ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി കുട്ടിപ്രായം, അതായത് ചെറിയ മക്കള് അവരടുത്തേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി ചുറ്റിക്കൊണ്ടേ ഉണ്ടാകും, തവാഫ് ചെയ്തുകൊണ്ടേ ഉണ്ടാകും. കുട്ടിപ്രായം വിടാത്ത കൗമാരപ്രായമുള്ള ചെറിയ ചെറിയ ബാലക്കാർ, 15 വയസ്സും 16 വയസ്സുള്ള ബാലക്കാർ നല്ല ഡ്രസ് ഇട്ടിട്ട് നല്ല വൃത്തിയോടുകൂടി ആ തിളങ്ങുന്ന മുഖവുമായിട്ട് ആ സ്വർഗത്തിലേക്ക് കടന്നു വന്ന് അതാ ആ സാബിഖീങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി അവർ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേ ഉണ്ടാകും. യതൂഫു അലൈഹിം ബിൽദാൻ മുഖല്ലദൂൻ ഐ മുബഖൗന അബദൻ. എപ്പോഴും കുട്ടിപ്രായത്തിൽ അവർക്ക് വയസ്സാവാനില്ല, അവർക്ക് എന്തില്ല, വയസ്സാവാനില്ല. ആ കൗമാര പ്രായമുള്ള 16, 15, 18 വയസ്സുള്ള നല്ല ഡ്രസ് ഇട്ടിട്ട് നല്ല വൃത്തിയോടുകൂടി ആ മക്കൾ ഇങ്ങനെ സ്വർഗത്തിൽ ചുറ്റിക്കൊണ്ടേ ഉണ്ടാകും. ഇത് സൂറത്തുൽ വാഖിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതേപോലെ സൂറത്തു തൂർ ഇവരെ സംബന്ധിച്ച് പറഞ്ഞത് വയതൂഫു അലൈഹിം ഗിൽമാനുൻ ലഹും കഅന്നഹും ലുഉലുഉം മക്നൂൻ. ചിപ്പിന്റെ ഉള്ളിൽ മുത്തിനെ സൂക്ഷിക്കും പോലെ, ചിപ്പിന്റെ ഉള്ളിൽ ഒരു മുത്തുണ്ടായാൽ എന്തൊരു ഭംഗിയുള്ള മുത്തായിരിക്കും അത്. ആ ചിപ്പി പൊളിക്കാതെ, ആ ചിപ്പിനെ പൊട്ടിക്കാതെ അതിൻ്റെ ഉള്ളിൽ ഭദ്രമായി സൂക്ഷിക്കുമ്പോൾ ആ ചിപ്പിനിക്ക് എന്തൊരു പ്രകാശമുണ്ടാകും, എന്തൊരു തിളങ്ങൾ ഉണ്ടാകും. അതേപോലെയുള്ള മുഖവുമായിട്ട് ആ സ്വർഗലോകത്തിൽ ആ പയ്യന്മാർ, ആ ബാലക്കാർ, ആ സ്വർഗനിവാസികൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി അവർ ചുറ്റിക്കൊണ്ടേ ഉണ്ടാകും. സൂറത്തു തുളിങ്ങനെ പറയുമ്പോൾ, അതേപോലെ സൂറത്തുൽ ഇൻസാൻ നോക്കിയാൽ കാണാം, വയതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഉലുഉം മൻസൂറാ. ഒരു കൂട്ടം ബാലക്കാർ, ഒരു കൂട്ടം മക്കള് അവരെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ചുറ്റിക്കൊണ്ടേ ഉണ്ടാകും. ഇദാ റഅയ്തഹും, നിങ്ങൾ അവരെ കണ്ടാൽ, നിങ്ങൾ അവരെ കണ്ടാൽ ഹസിബ്തഹും, നിങ്ങൾ വിചാരിച്ചു പോകും, സുബ്ഹാനല്ലാഹ്, അവരെ മുഖത്തിന്റെ പ്രകാശം, അവരെ മുഖത്തിന്റെ ഭാഗത്ത് വരുന്ന ആ പ്രകാശം, ആ തിളങ്ങള് അത് ഏതുപോലെ, ഹസിബ്തഹും ലുഉലുഉം മൻസൂറാ, വിതരപ്പെട്ട മുത്തിനെ പോലെ. ചമ്മ ഒരു മുത്ത് കൊടുന്നിട്ട് ഒരു പക്കത്ത് ഇട്ടെങ്കിൽ ആ മുത്തിന്റെ ചന്ത എത്ര, ആ മുത്ത് കാണുക എത്ര ചന്ത. അതുപോലെയുള്ള മുഖവുമായിട്ട് നല്ല ഡ്രസ് ഇട്ടോ, നല്ല വൃത്തിയുള്ളോ, കാണക നല്ലോണം ചന്തത്തോ ആ മക്കള് അതാ അവര് ചുറ്റും. എന്തുമായിട്ട് ചുറ്റും? പിന്നീട് ഖുർആൻ പറയുന്നു, ബിഅക്വാബിൻ വഅബാരീഖ വകഅസിം മിൻ മഈൻ. സ്വർഗത്തിന്റെ വെള്ളം എത്തിച്ചു കൊടുക്കാൻ, സ്വർഗത്തിന്റെ പാനീയങ്ങൾ എത്തിച്ചു കൊടുക്കാൻ
അവരെ കയ്യിൽ ജബനകളുണ്ട്, ജഗ്ഗുകളുണ്ട്. സ്വർഗത്തിന്റെ ജഗ്ഗുകളാണത്. സുബ്ഹാനല്ലാഹ്. അതൊന്നും മനസ്സിലാക്കാൻ ഞങ്ങളെ ഹൃദയം മതിയാകൂലതല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങളെ കണ്ണുകൊണ്ട് കാണാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയുള്ള പൊന്നിനാലുള്ള ജഗ്ഗുകളും ജബനകളുമായിട്ട് ആ പയ്യന്മാർ, ആ ചെറിയ മക്കള്, ആ സ്വർഗനിവാസികളെ ചുറ്റും അവർ നടന്നുകൊണ്ടേ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്, ഏതെങ്കിലും സ്വർഗത്തിൽ കടന്ന ഒരാള് അവരെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ബാലനെ, ഏതെങ്കിലും ഒരു കിടാവിനെ വിളിച്ചാൽ, സ്വർഗത്തിൽ ഉള്ള ഏതെങ്കിലും ഒരു ബാലക്കാരെ സ്വർഗത്തിൽ കടന്ന ആ സാബിതീങ്ങളായ മുഅ്മിനീങ്ങൾ വിളിച്ചാൽ, സുബ്ഹാനല്ലാഹ്, മാ മിൻ അഹ്ലിൽ ജന്നത്തി മിൻ അഹദിൻ ഇല്ലാ യസ്ആ അലൈഹി അൽഫു ഖാദിമിൻ. ഏതെങ്കിലും ഒരാളെ വിളിച്ചാൽ ലബ്ബൈക്ക് ലബ്ബൈക്ക് എന്ന മറുപടിയുമായിട്ട് 1000 ബാലക്കാർ, ഈ പറഞ്ഞ ഈ കുട്ടിപ്രായം വിടാത്ത 1000 മക്ക അങ്ങക്ക് വേണ്ടി റെഡിയാവിടാറ്, ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി 1000 ആൾമാർ ഞങ്ങളുള്ള അങ്ങനെ ചുറ്റും നടക്കുവാറ്. അല്ലാഹുവേ, ആ സ്വർഗത്തിലൊന്ന് എത്താൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനേ. അതല്ലേ ഖുർആൻ പറയും, യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅലുഅം മൻസൂറാ. എന്ത് ചന്തത്തോ ആ മുഖം മുത്തുപോലെ മാണിക്കം പോലെ തിളങ്ങുന്ന ആ മക്കളെ കാണുമ്പോ എന്തൊരു ഖുശി, എന്തൊരു മനസ്സിന് സമാധാനം. അല്ലാഹുവേ, അവിടെ എത്താൻ ഞങ്ങൾക്ക് ഞങ്ങളെ ഉമ്മവാപ്പ കുടുംബത്തിലേക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനേ. ഇനി ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ മക്കളാരാണ്, ആ മക്കാറായിട്ടിരിക്കുന്നത് സ്വർഗത്തിലുള്ള ആ മക്കൾ ആരാണ്? ഇമാമിങ്ങള്, ആലിമീങ്ങള്, ചമ്മ അഭിപ്രായം ചെന്നതാണ്. അത് ആരാണ്? ഒരു കൂട്ടം ആളുകൾ പറഞ്ഞവരുണ്ട്, അത് ദുനിയാവിൽ മരിച്ചുപോയ മുഅ്മിനീങ്ങളുടെ ചെറിയ മക്കളാണവർ. ആ സ്വർഗത്തിലുള്ള ആ കൗമാരപ്രായം വിടാത്ത ദുനിയാവിൽ മരിച്ചുപോയ ചെറിയ മക്കളാണവർ. അങ്ങനെ പറഞ്ഞവരുമുണ്ട്. അതല്ല, ആ ചെറിയ മക്കളാവാൻ സാധ്യമില്ല. ദുനിയാവിൽ മരിച്ചുപോയ മുഅ്മിനീങ്ങളുടെ ചെറിയ മക്കളാകാൻ സാധ്യമില്ല. എന്ത്? അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുണ്ട്, ദുനിയാവിൽ ചെറിയ വയസ്സിന് മരിച്ചുപോയ മക്കൾ, മുഅ്മിനീങ്ങളാ മക്കള്, നാളെ സ്വർഗലോകത്തിൽ സിറാത്ത് പാലത്തിന്റെ അടുത്ത് കാത്തുകൊണ്ടേ ഉണ്ടാകും. ആരെ കാത്തുകൊണ്ടുണ്ടാകും? അവരുടെ ഉമ്മാനെയും ബാപ്പാനെയും കാത്തുകൊണ്ടേ ഉണ്ടാകും. സിറാത്ത് പാലത്തില് ആ ചെറിയ പ്രായപൂർത്തിയാവാത്ത ചെറിയ വയസ്സിന് മരിച്ചുപോയ മക്കള് ആ സിറാത്ത് പാലത്തിൽ അവിടെ കാത്തുകൊണ്ടേ ഉണ്ടാകും. എന്റെ ബാപ്പ ഇപ്പ വരും, എന്റെ ഉമ്മ ഇപ്പ വരും, എന്റെ ഉമ്മാനെയും ബാപ്പാനെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അല്ലാഹു തആല പറയും, മക്കളെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം, നിങ്ങളെ മക്കളെ കൊണ്ടുപോകാൻ സാധ്യമല്ല, നിങ്ങളെ ബാപ്പനെയും ഉമ്മനെയും കൂട്ടിക്കൊണ്ടു പോകാൻ സാധ്യമല്ല. കാരണം എന്തേ? ആ സ്വർഗത്തിലേക്ക് എത്താൻ നിങ്ങളെ ബാപ്പന്റെ ഭാഗത്തും ഉമ്മാന്റെ ഭാഗത്തും അത്രയൊന്നും അമലുണ്ടായിട്ടില്ല. അപ്പോ ആ കുട്ടികൾ പറയും, ഇല്ല അല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളെ ഉമ്മയും ബാപ്പയും വേണം. ഈ ഉമ്മാനെയും ബാപ്പാനെയും കൂടാതെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങളെ കൂടെ ഞങ്ങളെ ഉമ്മനെയും ബാപ്പനെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് പോകണം. അല്ലാഹു തആല പറയും, അതിന് പറ്റിയ ബാപ്പ ആയിട്ട് വേണ്ടേ, നിങ്ങൾ ഉമ്മ ആയിട്ട് വേണ്ടേ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോഴാണ് ആ ചെറിയ മക്കള്, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആ ചെറിയ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ ചെറിയ മക്കൾ വാശി പിടിക്കും, അല്ലാഹ്, ഞങ്ങളെ ബാപ്പയില്ലാതെ, ഞങ്ങളെ ഉമ്മയില്ലാതെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നില്ല.
ഞങ്ങളിതാ നരകത്തിലേക്ക് പോകാൻ തയ്യാറാണ്. ഞങ്ങളും അവരെ കൂടെ നരകത്തിലേക്ക് പോകാൻ തയ്യാറാണ്. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, ഫൽ യൗമ ലാ തുദ്ലമു നഫ്സിൻ ശൈഅൻ വലാ വൽയൗമ ലാ തുദ്ലമു നഫ്സുൻ ശൈഅൻ വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. നിങ്ങൾ നരകത്തിലേക്ക് പോകുന്നതാ. അതെങ്ങനെ പറ്റും? സാധനങ്ങൾ പറയണ്ടേ? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയെ പോലും ശിക്ഷിച്ചുകൂടാ. ദുനിയാവിന്റെ വിഷയം മാത്രം. ഇന്ന് ജയിലുള്ള ആര്? എല്ലാം നിരപരാധികൾ, കുറ്റവാളികൾ. നല്ല വെള്ളസവും അവർ ഗാഡിയും അതിനും പോയിക്കൊണ്ട. അതേ സമയത്ത് അത് പൂർണ്ണമായിട്ട് നമുക്ക് കാണുന്നത് നാളെ മഹ്ശറിൽ വെച്ചിട്ടാണ്. അല്ലാഹു തആല പറയും, ഫൽയൗമ ലാ തുദ്ലമു നഫ്സുൻ ശൈഅൻ വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. ഒരു നിരപരാധിയായ ഒരാൾക്ക് പോലും നാളെ ആഖിറത്തിൽ വെച്ച് അല്ലാഹു ആക്രമിക്കുകയില്ല. വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. ദുനിയാവിൽ അവർ എന്താണോ നല്ലത് ചെയ്തത്, ബടക്ക് ചെയ്തത്, അതിനുള്ള പ്രതിഫലം അല്ലാഹു തആല ആഖിറത്തിൽ കൊടുക്കും. ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങൾ, ഒരു കുറ്റവും ചെയ്യാത്ത നിങ്ങൾ നരകത്തിലേക്ക് പോവുകയാണോ? അപ്പൊ അല്ലാഹു തആല പറയും, എങ്കിൽ അവിടെയും അല്ലാഹു തആല പറയും, തിരേത്തു നോക്കൂ, എങ്കിൽ നിങ്ങളെ ഉമ്മനെയും ബാപ്പനെയും എന്തായിക്കോളും സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളീം. അപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട്, എനക്ക് മോശമില്ല, എന്റെ ചെറിയ വയസ്സ് രണ്ട് കിടാക്ക് എന്താ ഇനി അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് പോയിനി. അങ്ങനല്ല, അത്രക്കെങ്കിലും ഞങ്ങൾ പറ്റിയിട്ട് വേണു ആ സ്വർഗത്തിലേക്ക് പോവാനി. അത്രക്കും എത്തിയിട്ടില്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകും. യജമാനായ റബ്ബല്ലേ ആ കിതാബിന്റെ മനസ്സിനെ തിരിക്കാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുക്കും. അപ്പോ ആ മക്കളാവാൻ ചാൻസ് ഇല്ല. എന്തേ? ആ മക്കൾ നാളെ പറയുന്നത്, നാളെ സിറാത്ത് പാലത്തിൽ ബാപ്പനെയും ഉമ്മനെയും കൂട്ടിക്കൊണ്ടു പോകാൻ ആ മക്കൾ എന്താക്കും? കാത്തുകൊണ്ടേ ഉണ്ടാകും. അതാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്. എന്താണ്? വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയതഹും. നാളെ മഹ്ശറയിൽ മുഅ്മിനീങ്ങളായ ഈമാനുള്ള വിശ്വാസികളുടെ മക്കളെ അവരെന്താക്കപ്പെടും? നാളെ അവരെ കൂടെ ചേർത്തപ്പെടും, അവരെ കൂടെ ഒട്ടാക്കപ്പെടും. അപ്പൊ ആ മക്കളാവാൻ സാധ്യതയില്ല. ചില ഇമാമിങ്ങൾ ആലിമീങ്ങൾ പറഞ്ഞവരുണ്ട്. ചില ആൾക്കാർ പറഞ്ഞു, യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ എന്ന് പറഞ്ഞാൽ അത് ആരാണ്? ഔലാദുൽ കുഫാരി ഖുദ്ദാമു അഹ്ലിൽ ജന്ന. കാഫിരീങ്ങളുടെ മക്കളാണ്. കാഫിരീങ്ങൾ ചെറിയ വയസ്സിന് മരിച്ചുപോയ മക്കളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തുനബി പറഞ്ഞു, ഔലാദുൽ കുഫാരി, കാഫിരീങ്ങൾക്കുള്ള മക്കള് ഖുദ്ദാമു അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ ആ ആളുകൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ആളുകളാണ് അവർ. മുത്തുനബിന്റെ ഹദീസുണ്ട്. അപ്പോ അത് കാഫിരീങ്ങൾക്കുള്ള മക്കളാണെന്നും പറഞ്ഞവരുണ്ട്. ഹും ഹും വഖീല പറയപ്പെട്ടു, ഹും ഔലാദു അഹ്ലി ദുനിയ ലം യകുൽ ലഹു ഹസനാത്തുൻ ഫയുസാബൂന അലൈഹാ വലാ സയ്യിആത്തുൻ ഫയുആഖബൂന അലൈഹാ. അവർക്ക് ശിക്ഷ കൊടുക്കാനുള്ള തപ്പും ഒരു ഭാഗത്തുനിന്നില്ല. ഇനി കൂലി കൊടുത്തിട്ട് വലിയ സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള നല്ലതും അവരിലില്ല. അങ്ങനത്തെ മക്കളാണ് എന്ന് പറഞ്ഞവരും ഉണ്ട്. അപ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതാ മുശ്രിക്കീങ്ങൾക്കുള്ള മക്കൾ, അതായത് ചെറിയ വയസ്സിൽ മരിച്ചു പോയത്, അവരൊന്നും തെറ്റ് ചെയ്യാത്തവരാണ്, ഒരു ഭാഗത്തും തെറ്റ് വരാത്തവരാണ്. അവർ ഖുദ്ദാമു അഹ്ലിൽ ജന്ന, കാരണം അവർ സ്വർഗത്തിന്റെ ആളുകൾക്കുള്ള ഖാദിമികളാണ്. അതല്ല, മഹാന്മാർ പറഞ്ഞവരുണ്ട്, അതല്ലെങ്കിൽ അവർ ആരാണ്? സ്വർഗത്തിൽ അല്ലാഹു തആല ഹൂറുൽ ഐനീങ്ങളായ സ്ത്രീകളെ പടച്ചതുപോലെ, ഇൻഷാ അല്ലാഹ് ഹൂറുൽ ഐനീങ്ങളെ കുറിച്ച് പിന്നീട് വരും. അല്ലാഹു തആല സ്വർഗത്തിൽ കടന്നവർക്ക് ഹൂറുൽ ഐനീങ്ങളായ പെണ്ണുങ്ങളെ പടച്ചു വെച്ചതുപോലെ സ്വർഗത്തിലുള്ള ആളുകൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല പടച്ചു വെച്ച ചെറിയ മക്കളാണവർ. അങ്ങനെ പറഞ്ഞവരുമുണ്ട്. ഏതുമാവട്ടെ, അവർ ആരെന്നല്ല വിഷയം, ആ മക്കളെ മുഖം നല്ല പ്രകാശിക്കുന്ന
മുത്തുപോലെ തിളങ്ങുന്ന ഒരു കൂട്ടം മക്കൾ നാളെ സ്വർഗത്തിൽ എന്താക്കും? ആ സാബിഹീങ്ങളെ ചുറ്റും അവർ നടന്നുകൊണ്ടേ ഉണ്ടാകും. എന്തുമായിട്ട്? ബിഅക്വാബിൻ വഅബാരിഖ, ജഗ്ഗുകളുമായിട്ട്, ജബനകളുമായിട്ട്. വ്യത്യാസമുണ്ട്. മാമിങ്ങൾ പറഞ്ഞു അതിൽ ചില പാത്രങ്ങൾ, സ്വർഗത്തിലെ പാത്രങ്ങൾ പിടിക്കാനുള്ള കൈ ഉള്ളതുണ്ടാകും. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ചിലതിൽ കൈയില്ലാത്ത ജവന പോലത്തും ഉണ്ടാകും. ഏതുമാവട്ടെ സ്വർഗത്തിന്റെ വെള്ളിനാലുള്ള പാത്രങ്ങളുമായിട്ട് അവർ ഇതാ ഓരോ സ്വർഗ ആളുകളെ ഹദ്റത്തിലേക്ക് ഇങ്ങനെ ചുറ്റി നടക്കും. അങ്ങനെയുള്ള മക്കള് അല്ലാഹു സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നിറച്ച് കല്ല് നിറച്ച് വെച്ച ശുദ്ധമായ പരിശുദ്ധമായ കല്ല് നിറച്ച ഗ്ലാസുകളുമായിട്ട് ആ സ്വർഗത്തിൽ അവർ നടക്കും ഇൻഷാ അല്ലാഹ്. ആ അതിന്റെ വിശദീകരണം. സ്വർഗത്തിൽ കള്ളോ? സ്വർഗത്തിൽ കള്ളുണ്ടോ? പിടിക്കാൻ പറ്റിയ നല്ല പരിശുദ്ധമായ കള്ള് സ്വർഗത്തിലുണ്ട്. ഖുർആനാണ് പറയുന്നത്. കള്ളു നിറച്ച ഗ്ലാസുകളുമായിട്ട് ആ മക്കള് സ്വർഗത്തിൽ കടന്ന സാബിത്തിന്റെ അടുത്തേക്ക് വരും. ഏത് കള്ളാണ്? കള്ളിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ദുനിയാവിന്റെ കള്ളിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്, ആഖിറത്തിന്റെ കള്ളിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്, ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا مالك الملوك يا الله. ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂലാക്കണേ റഹ്മാനേ. ആ സ്വാദിഖീങ്ങളെ കൂടെ ഞങ്ങളെ നീ സ്വർഗത്തിൽ കടത്തണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതം നന്നാക്കണം റഹ്മാനെ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണം റഹ്മാനെ. ഞങ്ങളെ ഹൃദയം നന്നാക്കണം റഹ്മാനെ. അല്ലാഹ് നീ തന്ന നാവ് കൊണ്ട് നല്ലത് പറയാൻ, നല്ലത് മനസ്സിലാക്കാൻ, നല്ലതുമായി ബന്ധപ്പെടാൻ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. റമളാനിലെ മുഴുവൻ നോമ്പ് നോക്കാൻ, തറാവീഹ് നിസ്കാരം നിർവഹിക്കാൻ, ഒരുപാട് ഖത്മുൽ ഖുർആൻ ഓതി തീർക്കാൻ ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. എല്ലാ ഫിത്നയിൽ നിന്ന്, എല്ലാ ഫസാദിൽ നിന്ന് പാവപ്പെട്ട ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. അത്തരം സമയത്ത് നിന്റെ മഹാന്മാരെ കാവലുകൊണ്ട്, നിന്റെ ഞങ്ങളുടെ ഉസ്താദുമാരെ കാവലുകൊണ്ട്, നിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ കാവലുകൊണ്ട് അത്രയും ഫിത്നയിൽ നിന്ന്, ഫസാദിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ നീ കാക്കണം റഹ്മാനെ. ശത്രുക്കളെ എല്ലാ നിലക്കും നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. മരിക്കുന്ന സമയമാകുമ്പോൾ ഒളോയെടുത്ത് ഖിബ്ലയിലേക്ക് മുന്നിട്ട് 2 റക്അത്ത് നിസ്കാരം നിർവഹിച്ച് ഹബീബായ മുത്തുനബിക്ക് സലാത്തും സലാമും ചൊല്ലി ജുമുഅ രാത്രിയോ പകലോ റമളാനിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.